എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിയുടെ ഏറ്റവും പുതിയ സിനിമയെ പ്രതിഷ്ഠായ നിവിൻ അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെറുപ്പത്തിലാണ് ആൾക്കാർ കൂടുതൽ റിസ്ക് ഒക്കെ എടുക്കുക. ഗോപാലേട്ടന്റെ കാര്യത്തിൽ പ്രായമായപ്പോഴാണ് കൂടുതൽ റിസ്കുകൾ എടുക്കുക. ഗോപാലേട്ടനെ സംബന്ധിച്ച് മലയാള സിനിമയെ ഇന്ന് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഗോപാലേട്ടൻ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഒരു നിർണായക സമയത്തിലൂടെ ഇടയ്ക്ക് സിനിമ ഇൻഡസ്ട്രി കടന്നുപോയപ്പോ ഗോപാലേട്ടൻ വലിയ കരുത്തായിരുന്നു. വളരെയധികം സന്തോഷം. എന്നെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ ഇഷ്ട. സാധാരണ ഒരുപാട് ആളുകൾ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സിനിമ ഡയറക്ട് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് പല പല ആളുകളെ ബാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വേണം ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഒരുപാട് ആളുകൾ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സിനിമ ഡയറക്ട് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് പല പല ആളുകളെ ബാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വേണം ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അപ്പൊ ഒരുപാട് ടാസ്കുകൾ എടുത്താണ് ഉണ്ണിയേട്ടൻ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ ഉണ്ണിയേട്ടന് ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. സാധ്യമല്ല എന്നറിയാമെങ്കിൽ പോലും ഇന്ന് ഇത്തിരി മാന്യത കാണിക്കണമെന്ന് ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എത്ര നിയന്ത്രിച്ചാലും അത് വെളി വരുന്നത് കൊണ്ട് നമുക്ക് പുറത്തുവിടാം. എന്തിനാ സാറേ ചുമ്മാ വരുന്നത്? ഇനി ഉച്ചക്ക് ചോറ് തിന്നണ്ടല്ലോ, വയറിറങ്ങില്ലേ?